നിങ്ങളുടെ ഒരു ശത്രുവിനെ നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താക്കി മാറ്റാൻ കഴിയുമോ? കേൾക്കുമ്പോൾ അസാധ്യമായി തോന്നാം അല്ലേ? നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കാണ് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത്. അതാണ് ലോകത്തിന്റെ രീതി. പക്ഷേ മനഃശാസ്ത്രം പറയുന്നത് മറിച്ചാണ്. ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ അയാൾക്ക് അങ്ങോട്ട് ഉപകാരം ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് അയാളോട് ഇങ്ങോട്ട് ഒരു സഹായം ചോദിക്കുകയാണ് വേണ്ടത്. ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ ട്രിക്ക്, ദ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇഫക്റ്റ്. 1730-കൾ അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പെൻസിൽവാനിയ നിയമസഭയിൽ ഒരു വലിയ വെല്ലുവിളി നേരിടുകയായിരുന്നു. ഫ്രാങ്ക്ലിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളിയായ ഒരു സമ്പന്നൻ അവിടെ ഉണ്ടായിരുന്നു. ഫ്രാങ്ക്ലിനെ തകർക്കാൻ അയാൾ ഏതറ്റം വരെയും പോകുമായിരുന്നു. പക്ഷേ ഫ്രാങ്ക്ലിൻ അയാളോട് വഴക്കിടാനോ അയാളെ പ്രീതിപ്പെടുത്താൻ അങ്ങോട്ട് സഹായം ചെയ്യാനോ പോയില്ല. പകരം ഫ്രാങ്ക്ലിൻ വിചിത്രമായ ഒരു കാര്യം ചെയ്തു. അദ്ദേഹം തന്റെ എതിരാളിക്ക് ഒരു കത്തെഴുതി. താങ്കളുടെ ലൈബ്രറിയിൽ വളരെ അപൂർവമായ ഒരു പുസ്തകമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതൊന്ന് വായിക്കാൻ എനിക്ക് തന്നു സഹായിക്കാമോ? ശത്രുവായ ആ മനുഷ്യൻ എന്തു ചെയ്തു എന്നോ? അയാൾ ഉടൻ തന്നെ ആ പുസ്തകം ഫ്രാങ്ക്ലിന് കൊടുത്തുവിട്ടു. ഒരാഴ്ചയ്ക്ക് ശേഷം പുസ്തകം തിരികെ നൽകുമ്പോൾ ഫ്രാങ്ക്ലിൻ അയാൾക്ക് നന്ദി പറഞ്ഞു. അതോടെ ആ വലിയ അത്ഭുതം സംഭവിച്ചു. അതുവരെ മുഖം തിരിച്ചു നടന്നിരുന്ന ആ മനുഷ്യൻ പിന്നീട് ഫ്രാങ്ക്ലിന്റെ മരണം വരെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇതിന് പിന്നിലെ സയൻസ് എന്താണ്? ഇതിനെയാണ് കോഗ്നിറ്റീവ് ഡിസൊനൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരാളെ സഹായിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു സംഘർഷം ഉണ്ടാകും. ഞാൻ എന്തിനാണ് ഇയാളെ സഹായിച്ചത്? എനിക്ക് ഇയാളെ ഇഷ്ടമല്ലല്ലോ. ഈ സംഘർഷം ഒഴിവാക്കാൻ നമ്മുടെ തലച്ചോറ് നമ്മളോട് തന്നെ ഒരു കള്ളം പറയും. ഹേയ്, നീ അയാളെ സഹായിച്ച സ്ഥിതിക്ക് നീ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ടാകണം. അയാൾ അത്ര മോശക്കാരനല്ല. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വെറുക്കുന്നവരോ ഇഷ്ടപ്പെടാത്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് ഒരു ചെറിയ സഹായം ഇങ്ങോട്ട് ചോദിക്കുന്നതാണ്. അതൊരു പേനകടം ചോദിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ചോദിക്കുന്നതാവാം. ഓർക്കുക, വെറുപ്പകറ്റാനും സ്നേഹം ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ സഹായിപ്പിക്കുക എന്നതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നമ്മളെ പഠിപ്പിച്ച പാഠം.